الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുവാനുമുള്ള മഹത്തായ ഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 2 ആഴ്ചകളിലെ ഖുതുബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യതകൾ എന്ന വിഷയവും അന്ത്യപ്രവാചകന്റെ അന്തിമ നിമിഷങ്ങൾ എന്ന വിഷയവുമാണ് കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ച എന്നോണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. നമ്മൾ രോഗിയായി, അതല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് നമുക്ക് പ്രയാസമുണ്ടായി, ആ സമയത്ത് നമ്മെ ആരാണോ ഇങ്ങോട്ട് സഹായിച്ചത് ആ മനുഷ്യനെ ഏറ്റവും നന്നായി നമ്മൾ സ്നേഹിക്കാറുണ്ട്, ഇഷ്ടപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്നവനാരാണ് എന്ന് ചോദിച്ചാൽ പല നിലക്കുള്ള മറുപടികൾ നമുക്ക് പറയാനുണ്ട്. എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ഭാര്യയാണ്, മക്കളാണ്, എൻ്റെ കുടുംബത്തിലെ ഇന്നാലിന്ന ആളുകളാണ്, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഇവരാണ് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മറുപടി പറയാറുണ്ട്. എന്നാൽ ഇവരെക്കാളേറെയെല്ലാം നമ്മെ ഏറ്റവും നന്നായി സ്നേഹിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന്
പരിശുദ്ധ ഖുർആന് കൃത്യമായ ഒരു മറുപടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ ഇന്ന് ഇങ്ങോട്ട് ഏറ്റവും അധികമായി സ്നേഹിക്കുന്നവരാരാണോ അവരെക്കാൾ ഏറെയെല്ലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം അതിന്റെ 128-ാമത്തെ വചനം. ആരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തവരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ. നിങ്ങളെ കാര്യത്താൽ, നിങ്ങളുടെ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികളായ ആളുകളോട് ഏറെ ദയയുള്ളവനാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് പ്രവാചക പുങ്കവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഒരു സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ ഒതുക്കാതെ അവിടുത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അത് അദ്ദേഹം പ്രകടമാക്കിയിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലൻഫളൂ മിൻ ഹൗലിക്. നബിയേ, താങ്കളുടെ ഏറ്റവും സ്നേഹസുന്ദരമായ പെരുമാറ്റം താങ്കളിൽ ഇല്ലായിരുന്നുവെങ്കിൽ താങ്കളിൽ നിന്ന് ആളുകൾ അകന്നു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കും. എന്നിട്ടായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. തന്നെ ദ്രോഹിക്കുകയും തന്നെ പ്രയാസപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്ന ആളുകൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, അവരെ സ്നേഹിച്ചിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് അനുയായികളെ സ്നേഹിച്ചൊരു വ്യക്തിത്വം ലോകത്ത് ജനിച്ചിട്ടില്ല, ഇനി ഒരിക്കലും തന്നെ ജനിക്കുകയുമില്ല. ആയതുകൊണ്ട് തന്നെ ഈ പ്രവാചകനെ സ്നേഹിക്കുക, ആ പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു, എന്നെ സ്നേഹിക്കാത്തവൻ അവൻ മുസ്ലിമല്ല, അവൻ മുഅ്മിനല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, ലാ യുഅ്മിനു അഹദുക്കും, മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ഏതുവരെ എന്നറിയുമോ? ഹത്താ അകൂന, ഞാനാകുന്നത് വരെ, അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി, ഒരാൾ അയാളുടെ മാതാപിതാക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ, ഇഷ്ടപ്പെടുന്നുവോ,
അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ എന്നെ സ്നേഹിക്കുവോളം നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. വവലദിഹി, ഒരാൾ തന്റെ കൂടെ ജീവിച്ച തന്റെ പ്രിയപ്പെട്ട മക്കളില്ലേ, സന്താനങ്ങളില്ലേ, അവരെ അയാൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുവോളം നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. വന്നാസി അജ്മഈൻ, ഈ ദുനിയാവിൽ നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്നത്, ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവരെക്കാൾ ഉപരിയായി നിങ്ങൾ എന്നെ സ്നേഹിക്കുവോളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുവോളും നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് മറ്റൊരു ഹദീസിലൂടെ ഇപ്രകാരം വിശദീകരിച്ചു: മനുഷ്യരെ, നിങ്ങളുടെ സ്വത്തിനേക്കാൾ ഉപരിയായി, നിങ്ങളുടെ കുടുംബത്തെക്കാൾ ഉപരിയായി നിങ്ങൾ ഓരോരുത്തരും എന്നെ സ്നേഹിക്കണേ, നിങ്ങൾ ഓരോരുത്തരും എന്നെ ഇഷ്ടപ്പെടണേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ ഇഷ്ടപ്പെടണം എന്ന വിഷയത്തിൽ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന വിഷയത്തിലാണ് നമുക്കിടയിൽ തർക്കമുള്ളത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് റബീഉൽ അവ്വൽ 12-ന് പള്ളികളൊക്കെ നന്നായി നമ്മൾ അലങ്കരിച്ച് നന്നായി റാലികൾ നടത്തി, പ്രകടനങ്ങൾ നടത്തി, ദഫ് മുട്ടി പാടി, സ്കൗട്ടുകളും നേർച്ചകളും അന്നദാനങ്ങളും ഒക്കെ നടത്തി, മദ്ഹുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാത്രമല്ല, ഒരു മനുഷ്യന്റെ റൂഹ് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പിരിയുവോളം ആ പ്രവാചകന്റെ കാലടിപ്പാടുകളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി ആ നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ആദ്യമായി അവസരം ലഭിച്ചത് നമുക്കല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി സ്നേഹിക്കാൻ അവസരം ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാർക്കാണ്. ആരായിരുന്നു സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാര്? റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന് സുവിശേഷം നൽകപ്പെട്ട മഹാന്മാരാണ് അവര്. ഇവരെങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്? ആ രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് എങ്ങനെയാണോ അദ്ദേഹത്തെ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞത്, ആ രൂപത്തിൽ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ സങ്കടപ്പെട്ടിരുന്നു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വരുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, യാ സൗബാൻ മാലി യറാക മഹ്സൂനാ, സൗബാനേ, നിന്റെ മുഖത്ത് ദുഃഖമുണ്ടല്ലോ, സങ്കടമുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അങ്ങിവിടെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഏത് സമയത്തും അങ്ങയെ വന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ട് നബിയേ.
അങ്ങേക്ക് മുമ്പ് ഞാൻ മരണപ്പെട്ടാലോ, എനിക്ക് മുമ്പെങ്ങാനും അങ്ങ് മരണപ്പെട്ടാലോ പിന്നീട് അദ്ദേഹം നിങ്ങളെ കാണാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ എന്നോർക്കുമ്പോ നബി എനിക്ക് സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഇനിയോ നാളെ പരലോകത്ത് നമ്മൾ രണ്ടുപേരും അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് നബിയെ ഞാനെങ്ങാനും നരകത്തിലാണെങ്കിൽ അപ്പോഴും എനിക്ക് അങ്ങയെ കാണാൻ സാധ്യമാവുകയില്ലല്ലോ. ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ തന്നെയും എനിക്ക് നിങ്ങളെ കാണാൻ സാധ്യമല്ല. കാരണം എന്താണെന്നറിയുമോ? അങ്ങ് പ്രവാചകന്മാർക്കുള്ള ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. ആ സമയത്തും എനിക്ക് അങ്ങയെ കാണാനുള്ള ഭാഗ്യമില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് അദ്ദേഹത്തോട് പറയേണ്ടത് എന്നറിയാതെ ഒരൽപസമയം മൗനിയായി നിൽക്കുകയാണ്. ആ സമയത്തതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. എന്താണ് വഹി എന്നറിയുമോ? വമയുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്തതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്നു. ആരാണോ പടച്ചോനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കുന്നത്, അവൻ എവിടെയായിരിക്കുമെന്നറിയുമോ? നാളെ പരലോകത്ത് ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചവരായ ആളുകളില്ലേ, അവരുള്ള സ്വർഗത്തിലായിരിക്കും അവൻ. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാർക്കുള്ള സ്വർഗത്തിലാണ്, സുദ്ദീഖുകൾക്കുള്ള സ്വർഗത്തിലാണ്, ശുഹദാക്കൾക്കുള്ള സ്വർഗത്തിലാണ്, സ്വാലിഹികൾക്കുള്ള സ്വർഗത്തിലായിരിക്കും ഈ മനുഷ്യനെന്ന് എന്ന് പറയുന്ന വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഓതിക്കൊടുത്തപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടുകൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് നടന്നുപോയി എന്ന ചരിത്രം വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുമോ നിങ്ങൾക്ക്? അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഇസ്ലാമിന്റെ ശത്രുക്കളതാ അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ്. മഹാനായ സ്വഹാബിയുടെ ശരീരത്തിൽ ഇങ്ങനെ ഓരോ ആണികൾ ഇങ്ങനെ തറക്കുമ്പോഴും പച്ച ശരീരത്തിൽ നിന്ന്, മഹാനായ സ്വഹാബിയുടെ പച്ച ശരീരത്തിൽ നിന്ന് മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പച്ചമാംസം ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിന്റെ ഈ സ്ഥാനത്ത് നിന്റെ പ്രിയപ്പെട്ട ഹബീബില്ലേ, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകനില്ലേ, അദ്ദേഹത്തെ ഇவ்விதം ചെയ്യാൻ നീ സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നു. ചുടുചോര കൊണ്ട് ചെഞ്ചായമണിയുമ്പോ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് സഹോദരങ്ങളെ ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്നത് ഇസ്ലാമിക ചരിത്രം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മനോഹരമായി ബാങ്ക് വിളിച്ചിരുന്ന ആളായിരുന്നു എന്ന് നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം എന്നറിയുമോ? അബൂബക്കറെ, പണ്ട് ഫത്ഹാഇന്റെ മലഞ്ചെരുവിൽ ഉമയ്യത്തിന്റെ അതിശക്തമായ പീഡനം സഹിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന രംഗം ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അതിശക്തമായി ചൂടുള്ള മണലിലതാ എന്നെ വിവസ്ത്രനാക്കി അവരെ കിടത്തുന്നു. ആ സമയത്ത് എന്റെ ശരീരത്തിൽ എന്റെ നെഞ്ചിന്റെ ഭാഗത്ത് വലിയ കല്ലുകൾ വെക്കുന്നു. അതിശക്തമായ പ്രയാസമുണ്ടായിരുന്നു, എനിക്ക് അതിശക്തമായ ദാഹമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവരോട് പറയും, അത്തീഷ് അത്തീഷ്, എനിക്ക് ദാഹമുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം നൽകണേ, എനിക്ക് വെള്ളം നൽകണേ എന്ന്
ഞാൻ ആ സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറയുമ്പോ അന്ന് അവരതാ എന്റെ വായിലേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. ആ സമയത്ത് അബൂബക്കറെ, താങ്കളാണ് എന്റെ സമീപത്തിലൂടെ പോയിരുന്നത്. അതിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്റെ മുമ്പിലൂടെ പോയിരുന്നു. എന്റെ അവസ്ഥ കണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. കാരണം എന്താണെന്നറിയുമോ? വലിയൊരു സംഖ്യ നൽകി എന്നെ മോചിപ്പിക്കാനുള്ള കഴിവെന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ അവസ്ഥ കണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബന്റെ ചാരത്തിലൂടെ പോയത്. പിന്നീട് അതിലൂടെ വന്നത് അബൂബക്കറെ, താങ്കളാണ്. വലിയൊരു സംഖ്യ നൽകിയിട്ടാണ് താങ്കൾ എന്നെ മോചിപ്പിച്ചത്. അത് അങ്ങേക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ, അങ്ങയുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ബാങ്ക് വിളിക്കാൻ ഞാൻ റെഡിയാണ്. അല്ലാത്ത പക്ഷം അങ്ങ് എന്നോട് ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെടരുത്, എനിക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ് അബൂബക്കറെ എന്ന് സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരുന്നു. അദ്ദേഹവും അദ്ദേഹത്തോട് പറയുന്നു, ബിലാൽ, പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കേട്ടിരുന്ന മനോഹരമായ ബാങ്കില്ലയോ, അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, കൊതി കൊണ്ടാണ് ബിലാലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം ബാങ്ക് വിളിക്കാൻ ഒരുങ്ങുന്നു. അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അഷ്ഹദു അന്ന മുഹമ്മദാ എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നു. പിന്നെ പറയേണ്ട വാചകം അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധ്യമാകുന്നില്ല. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഉഹുദ് യുദ്ധത്തിൽ അതാ ഒരു കിംവദന്തി പരക്കുകയാണ്. എന്താണ് ആ കിംവദന്തി എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചു എന്ന കിംവദന്തിയാണ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുന്നു. ആളുകൾ പറയുന്നു, ഇതാ നിങ്ങളുടെ മകനാണ് ഈ കിടക്കുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഈ മരിച്ചു കിടക്കുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ചേതനയേറ്റ ശരീരമാണ് ഈ കാണുന്നത്, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാണ് യുദ്ധക്കളത്തിൽ ഇതായി കിടക്കുന്നത് എന്ന് പറയുന്നു. അതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതിവേഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് എത്തുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങ് മരിച്ചു എന്നറിഞ്ഞപ്പോ, അങ്ങ് വഫാത്തായി എന്നറിഞ്ഞപ്പോ പരിഭ്രാന്തനായി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നബി, അങ്ങയെ കണ്ടല്ലോ, അങ്ങയുടെ ശരീരത്തിന് മുമ്പിൽ എന്റെ മകന്റെ ശരീരം എനിക്ക് പ്രശ്നമല്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയോ സഹോദരന്റെയോ പിതാവിന്റെയോ ശരീരം എനിക്ക് പ്രശ്നമല്ല നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കൃത്യമായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എത്രയോ ചരിത്രങ്ങൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അനുയായികൾ സ്നേഹിച്ചതിന്, ഇഷ്ടപ്പെട്ടതിന് അനപരതും തെളിവുകൾ, ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷമോ അതല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തോ ഇന്നും ഇന്നലെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു നബിദിനാഘോഷം നടത്തിയിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് ഏറ്റവും ഉന്നതമായ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരെ ആരും അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്, ആഘോഷിക്കാത്തത്. ഇനിയോ, നുബുവത്ത് ലഭിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലം ജീവിച്ചു. ഈ 23 കൊല്ലത്തിനിടയിൽ ഒരു നബിദിനം കഴിക്കുകയോ അതിനുള്ള ആഹ്വാനം നടത്തുകയോ ചെയ്തിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കത് ഏറ്റവും വിപുലമായി മനോഹരമായി നമുക്ക് ആഘോഷിക്കാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലത്തിനിടയിൽ ഒറ്റ തവണ പോലും അത് ചെയ്തിട്ടില്ല.
ഇനി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു നോക്കുക. അവിടെ എവിടെയും ഇന്ന് നമ്മുടെ നാടുകളിൽ ഉള്ളതുപോലെയുള്ള ഒരു പ്രവാചക സ്നേഹത്തിന്, ഒരു നബിദിനാഘോഷത്തിന് ഒരു തെളിവും നമുക്കവിടെ കാണാനേ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ അത്ഭുതകരമാണ് ഹദീസുകൾ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, പാലിക്കേണ്ട ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ വരെ ഹദീസുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ആ ഹദീസുകളിലെവിടെയും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സഹോദരങ്ങളെ നമുക്ക് കാണാനേ സാധ്യമല്ല. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച അവിടുത്തെ ഭാര്യമാർ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും 48 കൊല്ലം അവർ ജീവിച്ചു. ഈ 48 വർഷത്തിനിടയിൽ ഒരൊറ്റ നബിദിനം അവർ ആഘോഷിച്ചിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്നതിനേക്കാൾ ഉജ്ജ്വലമായി നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 34 കൊല്ലവും, ഹഫ്സ റളിയല്ലാഹു അൻഹ 35 കൊല്ലവും, സൗദ റളിയല്ലാഹു അൻഹ 13 വർഷവും ജീവിക്കുകയാണ്. ഇവരാരും അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എല്ലാ സമയത്തും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടാകും. ഹിജ്റയുടെ സമയത്ത് കുറച്ച് മുന്നിൽ നടക്കും, പിന്നെ കുറച്ച് പിന്നിൽ നടക്കും, പിന്നെ ഇടതുഭാഗത്ത് നടക്കും, വലതുഭാഗത്ത് നടക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബൂബക്കറെ മാറി മാറി നടക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയൂ, നബിയെ, ഞാനിങ്ങനെ മുമ്പിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നും പിന്നിലൂടെ വന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിച്ചാലോ. അപ്പൊ ഞാൻ പിന്നിലേക്ക് നിൽക്കും. പിന്നിൽ നിൽക്കുമ്പോ എനിക്ക് തോന്നും പിന്നിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ആക്രമിച്ചാലോ. അപ്പൊ ഞാൻ മുന്നിൽ നടക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 2 കൊല്ലവും 3 മാസവും 10 ദിവസവും അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തി. ഈ 2 വർഷത്തിനിടയിൽ ഒരൊറ്റ നബിദിനം അദ്ദേഹം ആഘോഷിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ഇനിയോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോ 10 കൊല്ലം അദ്ദേഹം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം വധിക്കാൻ വേണ്ടി വന്ന ഒരു ചരിത്രം നമുക്കറിയാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഹബീബ്, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, അദ്ദേഹം എങ്ങാനും മരിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ ശിരസ്സാണ്, അവന്റെ തലയാണ് ഞാൻ ആദ്യം ഛേദിക്കുക എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹം സ്നേഹിക്കുകയാണ്. ഈ 10 കൊല്ലത്തിനിടയിൽ ഒരൊറ്റ നബിദിനം അദ്ദേഹം ആഘോഷിച്ചിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ രേഖയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇതാ മദീനയിൽ വെള്ളത്തിന് ശക്തമായ ക്ഷാമമുണ്ട്, ഇവിടെ ബിഇർ റൂമ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്, അത് വാങ്ങി നിങ്ങൾ മുസ്ലിങ്ങളുടെ പൊതു ആവശ്യത്തിന് വിതരണം ചെയ്യുന്നവനാരോ അവന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം. ഒന്നും ആലോചിക്കുന്നില്ല, പറഞ്ഞത് നബിയല്ലേ, ലഭിക്കുന്നത് സ്വർഗമല്ലേ. ഉടനെ അദ്ദേഹം വലിയൊരു സംഖ്യ നൽകി ബിഇർ റൂമ കിണർ വാങ്ങി മുസ്ലിങ്ങളുടെ പൊതു ആവശ്യത്തിന് അദ്ദേഹം ദാനം ചെയ്യുകയാണ്. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാടിന് ചാണായി മുഴത്തിന് മുഴമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിൻപറ്റുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് ആദ്യത്തെ 2 ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഒരു നബിദിനം ഇദ്ദേഹം ആഘോഷിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു സഹോദരങ്ങളെ.
പക്ഷേ അതിന് രേഖയില്ല. അലിയാര് തങ്ങൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങേക്ക് പ്രവാചകനോടുള്ള സ്നേഹമൊന്ന് പറയാമോ എന്ന്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കാന വല്ലാഹ് ഉഹിബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലമ. അദ്ദേഹം പറഞ്ഞ വല്ലാത്തൊരു പ്രഖ്യാപനമുണ്ട്. എന്റെ സ്വത്തിനേക്കാളും എന്റെ മക്കളെക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെക്കാളുപരിയായിട്ടെല്ലാം ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിച്ചു, വമിനൽ മാഇൽ ബാരിദി അലൽ ലമ. ദാഹാർത്തനായ ഒരു മനുഷ്യൻ, ദാഹിച്ചു വലഞ്ഞൊരു മനുഷ്യനെ വെള്ളത്തോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതിനേക്കാളേറെ ഇഷ്ടം എനിക്കെന്റെ പ്രിയപ്പെട്ട ഹബീബിനോട്, എനിക്കെന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടുണ്ടെന്ന് അലിയാര് തങ്ങൾ പ്രഖ്യാപിക്കുന്നത് കൃത്യമായി സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഇവരുടെ കൂട്ടത്തിലെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു